എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രതീഷ് സരസ്വതി. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു സ്ട്രാറ്റജിയാണ്. സ്ട്രാറ്റജി എന്നാൽ അതായത് മാർക്കറ്റ് അതിശക്തമായിട്ട് മുകളിലേക്ക് നീങ്ങുമ്പോഴും അതിശക്തമായിട്ട് താഴേക്ക് നീങ്ങുമ്പോഴും, ശക്തമായിട്ട് എന്നാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് വലിയൊരു ഗ്യാപ്പ് ഡൗൺ, അതുപോലെ തന്നെ വലിയൊരു ഗ്യാപ്പ് അപ്പിലേക്ക് മാർക്കറ്റ് നീങ്ങുന്ന സമയത്ത് നമ്മുടെ പൊസിഷനൊക്കെ നമ്മൾ കുഴപ്പത്തിലാവാറുണ്ട് അല്ലേ? ഈ സമയത്ത് നമുക്ക് എങ്ങനെയാണ് മാർക്കറ്റിനെ അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യുക എന്ന രീതിയിലുള്ള ഒരു ക്ലാസ് ആണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നിരവധി ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. കഴിഞ്ഞ 2 ദിവസം മാർക്കറ്റിന്റെ അതിശക്തമായിട്ടുള്ള മൂവ്മെന്റിൽ പലർക്കും, അതായത് കോൾ ഷോർട്ട് ചെയ്ത് വെച്ചിരുന്ന പല ആളുകൾക്കും നഷ്ടത്തിലേക്ക് പോവുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് എങ്ങനെയാണ് മാർക്കറ്റിൽ നിന്ന് രക്ഷപ്പെടുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു വലിയ ലോസിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുക എന്ന രീതിയിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ എനിക്ക് വരികയുണ്ടായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് സംബന്ധിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന്. തീർച്ചയായിട്ടും നമ്മുടെ പേയ്മെന്റ് കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളിൽ നിന്നും ഒരു ചെറിയ ഒരു ഐഡ് മാത്രം എടുത്തുകൊണ്ടുള്ള ഒരു ക്ലാസ് ആണ്. കാരണം ഒരുപാട് ആളുകൾക്ക് ഇത് ഗുണം ചെയ്യും എന്ന് കരുതി തന്നെ ചെയ്യുന്നതാണ്. ശരിക്കും നമ്മുടെ മാർക്കറ്റ് ഇത്രയും വലിയൊരു മൂവ്മെന്റ് നടത്തിയത്, അല്ലെങ്കിൽ വലിയൊരു ഗ്യാപ്പ് അപ്പിലേക്ക് മാർക്കറ്റ് നീങ്ങിയതിന് കാരണമുണ്ടായിരുന്നു. കാരണം നമ്മളുടെ പ്രധാനപ്പെട്ട ഇലക്ഷൻ ആയിരുന്നു. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഇവന്റുകളിലൊക്കെ മാറി നിൽക്കാൻ തന്നെയാണ് ഞങ്ങളുടെ കോഴ്സ് എടുത്ത ആളുകളോട് ഞങ്ങൾ നിർദ്ദേശിക്കാറുള്ളത്. കാരണം നമ്മൾ ഇത്രയും വലിയ ഇവന്റുകൾ എന്നാൽ ടെക്നിക്കലി അല്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ ലെവലിൽ കാര്യങ്ങൾ നമ്മൾ വെച്ച് ട്രേഡ് ചെയ്യുമ്പോൾ ഒരിക്കലും അതിനെ റെസ്പെക്ട് ചെയ്യില്ല. കാരണം അവിടെ ന്യൂസിനാണ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സിറ്റ് പോൾ വരുന്നു, അതും റൂളിംഗ് പാർട്ടിക്ക് അനുകൂലമായിരുന്നു. അതിനുശേഷം അതിന്റെ റിസൾട്ട് വരുന്നു, ആ റിസൾട്ട് റൂളിംഗ് പാർട്ടിക്ക് അനുകൂലമാവുന്നു. അപ്പോൾ മാർക്കറ്റ് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് രീതിയിലേക്ക് മാറുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിച്ചു. അതായത് നമ്മുടെ മാർക്കറ്റ് എവിടെയായിരുന്നു എക്സ്പയറി ഡേ? കഴിഞ്ഞ എക്സ്പയറി ഡേ ക്ലോസ് ചെയ്ത് ശരിക്കും 23, 300, 320, 350 ആ റേഞ്ചിനകത്തായിരുന്നു നമ്മുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തത്, നമുക്കറിയാം അല്ലേ? അതിനുശേഷം അതായത് ആ ഒരു റേഞ്ച് ക്ലോസ് ചെയ്യുന്ന മാർക്കറ്റ് ശരിക്കും ഒരു ബേറിഷ് രീതിയിൽ അല്ലെങ്കിൽ ഒരു ബേറിഷ് ടെറിട്ടറിയിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരുന്നത്. ഓൾറെഡി നല്ലൊരു ബേറിഷിൽ കിടക്കുന്ന മാർക്കറ്റ് ആയിരുന്നു. ഈ മാർക്കറ്റ് 2 ദിവസം കൊണ്ട് 1000 പോയിന്റിന് മുകളിലേക്ക് മൂവ് ചെയ്യുക എന്നാൽ തീർച്ചയായിട്ടും ഒരു അത്ഭുതം തന്നെയായിരുന്നു. അത്ഭുതം എന്ന് പറയേണ്ട, ഇവന്റുകൾ നടക്കുന്ന സമയത്ത് സ്വാഭാവികമാണ്, പ്രൊഫഷണൽ ട്രേഡേഴ്സ് ഒക്കെ മാറി നിൽക്കുന്ന ഒരു സമയമായിരുന്നു ഇത്. ഒരുപാട് ആളുകൾക്ക് പൈസ നഷ്ടമാകാനുള്ള സാധ്യതയുള്ള 2 ദിവസമായിരുന്നു. ഒരുപാട് ആളുകൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന അവസരവുമായിരുന്നു എന്നതാണ് സത്യം. അപ്പോൾ ഈ പൈസ നഷ്ടപ്പെടുന്നവരുടെ കാര്യത്തിൽ നിന്നാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇത്ര വലിയൊരു മൂവ്മെന്റ് നടന്നാൽ, അല്ലെങ്കിൽ ഇത്ര വലിയൊരു ഗ്യാപ്പ് അപ്പിലേക്ക് മാർക്കറ്റ് വീണ് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് അവിടെ അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യുക എന്ന് തീർച്ചയായിട്ടും നമുക്ക് നോക്കാം. അതായത് മാർക്കറ്റ് 23,350 നിന്ന മാർക്കറ്റ് ഒറ്റ ദിവസം കൊണ്ട് വ്യാഴാഴ്ച നമ്മളുടെ മാർക്കറ്റ് എത്ര റാലി ചെയ്തു? 600 പോയിന്റിന് മുകളിൽ യാത്ര ചെയ്യുന്ന ഒരു മാർക്കറ്റിനെയാണ് നമ്മൾ കണ്ടത്. മാർക്കറ്റ് അതിനുശേഷം എവിടെ ക്ലോസ് ചെയ്തു? ഏറെക്കുറെ 23,900 എന്ന റേഞ്ചിൽ തന്നെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. അതായത് 320 നിന്ന് മാർക്കറ്റ് 23,900 വന്ന് ക്ലോസ് ചെയ്യുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ സാധിച്ചത്. അത് കഴിഞ്ഞ് ശനിയും ഞായറും നമുക്ക് ഓഫ് ഡേ ആയിരുന്നു. ഓഫ് ഡേ കഴിഞ്ഞ മാർക്കറ്റ് എന്താണ് സംഭവിക്കുന്നത്? ആ ഇലക്ഷന്റെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കാരണം വീണ്ടും 400 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പിലേക്കാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. അതായത് 24,300 എന്ന റേഞ്ചിലേക്ക് മാർക്കറ്റ് വന്ന് ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം അവിടെയും അത് സസ്റ്റെയിൻ ചെയ്ത് മുകളിലേക്ക് പോകുവാൻ ശ്രമിക്കുന്നു. വീണ്ടും 50 പോയിന്റിന്റെ ഒരു മൂവ്മെന്റ് മുകളിലേക്ക് കാണുന്നു. അതിഗംഭീരമായിട്ടുള്ള ഒരു റാലിയാണ് ഇവിടെ നടന്നിരുന്നത്. ബുള്ളിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് സന്തോഷകരമായ കാര്യം തന്നെയാണ്. പക്ഷെ ട്രേഡ് ചെയ്യുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഇതുപോലുള്ള കോളൊക്കെ സെല്ല് ചെയ്ത് വെച്ചിരുന്ന ആളുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ പറ്റാൻ സാധ്യതയുള്ള ഒരു മാർക്കറ്റ് ആയിരുന്നു എന്നതാണ് സത്യം. നമുക്ക് നേരെ ഇവിടെ പവർ പോയിന്റിലേക്ക് പോയാൽ കുറച്ചുകൂടി ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടും. അതായത് മാർക്കറ്റ് ക്ലോസ് ചെയ്ത് ഞാൻ പറഞ്ഞു 21,320 ആയിരുന്നു. ശരിക്കും 350 ഞാൻ ഇട്ടെന്നേ ഉള്ളൂ. ഓക്കെ, 320 ആ റേഞ്ചാണ്. ഇനി അത് റാലി നമുക്ക് എത്ര നടത്തിയിരിക്കുന്നു? നമുക്കിവിടെ റാലി ഒരു 600 പോയിന്റിന്റെ റാലിയാണ് ഫസ്റ്റ് ഡേ നമുക്ക് ഇവിടെ കിട്ടിയത് അല്ലേ? അതിനുശേഷം ഗ്യാപ്പ് അപ്പ് എത്രയാണ് സംഭവിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ഗ്യാപ്പ് അപ്പ് നടന്നിരിക്കുന്നത് ഒരു 400 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പും അത് കഴിഞ്ഞ് ഒരു 80 പോയിന്റ് പിന്നെ മൂവ് ചെയ്തു എന്നതുമാണ് സത്യം. ഒരു 2 ദിവസം മുന്നേ 23,300 എന്ന റേഞ്ചിന്റെ അടുത്ത് കിടന്ന മാർക്കറ്റ് പെട്ടെന്ന് 24 പുറത്ത് 24,300 യാത്ര ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു 2 ദിവസം മുന്നേ ഉള്ള രീതി നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ 24,000 മുകളിൽ സെല്ല് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു 24,100 എടുക്കാം. 24,100 സി കോൾ. ഓക്കെ, ഓപ്ഷൻ പഠിച്ച ആളുകൾക്കാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയുള്ളൂ. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ധാരണയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് യാതൊന്നും മനസ്സിലാവില്ല. തീർച്ചയായിട്ടും ഞങ്ങളുടെ കോഴ്സുകൾ ഞങ്ങൾ നടത്തുന്നുണ്ട്. വളരെ സിമ്പിളായിട്ടാണ് ഈ കോഴ്സുകളൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നത്. അതായത് കേരളത്തിലെ ഏറ്റവും തുച്ഛമായ ഫീസ് ഈടാക്കിക്കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഓപ്ഷനെ കുറിച്ചുള്ള ക്ലാസ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അതൊരു കൊച്ചുകുട്ടിയെ പഠിപ്പിക്കുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ടാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇനി കാര്യത്തിലേക്ക് വരാം. 24,100 കാൾ, അതായത് മാർക്കറ്റ് 2 ദിവസം മുന്നേ 23,300 നിൽക്കുന്ന സമയത്ത് ഈ ആഴ്ച കുറച്ച് ദിവസമേ ഉള്ളല്ലേ, ഈ ആഴ്ച ഇനി
24,000 മുകളിലോട്ടൊന്നും മാർക്കറ്റ് പോകില്ല എന്ന രീതിയിൽ 24,100 കാള് സെല്ല് ചെയ്ത് വെച്ചിരുന്ന ആളുകൾക്ക് ആ സമയത്ത് ഒരു പക്ഷേ അവിടെ പ്രീമിയം ഏറെക്കുറെ എനിക്ക് തോന്നുന്നു ഒരു 90 റേഞ്ച് നമുക്ക് നോക്കാം. 90 രൂപയാണ് അതിന്റെ പ്രീമിയം എന്ന് കണക്കാക്കുക. അതായത് നമുക്ക് വെള്ളിയാഴ്ച മാർക്കറ്റ് നല്ല രീതിയിൽ ഒരു 600 പോയിന്റ് റാലി നടത്തുന്ന സമയത്ത് നിങ്ങൾ എടുത്തിരുന്ന എത്രയായിരുന്നു? നിങ്ങൾ എടുത്തിരുന്ന ഒരു പക്ഷേ നിങ്ങളൊരു 90 രൂപ പ്രീമിയത്തിലൊക്കെ നിങ്ങൾ കയറി കോൾ സെല്ല് ചെയ്ത് കാണാം റാലി ചെയ്ത സമയത്ത്. 24,000 പുറത്തേക്ക് മാർക്കറ്റ് പോകില്ല എന്ന രീതിയിൽ നിങ്ങളൊരു 90 രൂപയ്ക്കൊക്കെ പ്രീമിയത്തിൽ നിങ്ങൾ സെല്ല് ചെയ്തിട്ടിരിക്കുന്നു. പക്ഷേ തിങ്കളാഴ്ച എന്താണ് സംഭവിക്കുന്നത്? തിങ്കളാഴ്ച നമ്മുടെ ഗ്യാപ്പ് അപ്പ് എത്രയാണ്? 400 പോയിന്റ് ഗ്യാപ്പ് തിങ്കളാഴ്ചയും സംഭവിച്ചു. അപ്പോൾ തിങ്കളാഴ്ച സംഭവിക്കുമ്പോൾ എന്താണ് ഇവിടെ നടന്നിരിക്കുന്നത്? നിങ്ങളുടെ പൊസിഷൻ എന്നത് ഇൻഡമണിയിലേക്ക് പോകുന്നു. അതായത് നിങ്ങളുടെ പൊസിഷൻ 24,100 എന്നത്, അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് 24,300 ഈ റേഞ്ചിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ 24,100 എന്നത് ഇൻഡമണിയിലേക്ക് പോകുന്നു. അപ്പോൾ അവിടെയുള്ള പ്രീമിയം എത്രയിലേക്ക് സ്പൈക്ക് ചെയ്യുന്നു? അതിഭീകരമായിട്ട് അവിടെ നിങ്ങളുടെ പ്രീമിയം സ്പൈക്ക് ചെയ്യും. എത്രയിലേക്ക്? ഒരു 360 എന്ന റേഞ്ചിലേക്കൊക്കെ ഏറെക്കുറെ നിങ്ങളുടെ പ്രീമിയം സ്പൈക്ക് ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിച്ചു. അപ്പം നിങ്ങളത് ആലോചിക്കുക, 90 രൂപയ്ക്ക് എടുത്ത് സെല്ല് ചെയ്ത ആളുടെ പ്രീമിയം 360 രൂപയിലേക്ക് സ്പൈക്ക് ചെയ്തുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയേ. അതിഭീകരം തന്നെയായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ഹെഡ്ജ് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിനെ ഞാൻ ഇവിടെ ഹെഡ്ജ് ചെയ്യാനുള്ള പൊസിഷൻ ഞാനിവിടെ ഒരു 300 പോയിന്റ് നമുക്ക് കൊടുക്കാം അല്ലേ. അതായത് 24,400 കാള് നിങ്ങൾ ബൈ ചെയ്തിരുന്നു എന്ന് നിങ്ങൾ കണക്കാക്കുക. ഓക്കെ, ക്ഷമിക്കുക, ഒരു എല്ല് കാണാൻ അല്ലേ. ഓക്കെ, 24,100 കാള് സെല്ല് ചെയ്ത നിങ്ങൾ തീർച്ചയായിട്ടും അതിനെ ഹെഡ്ജ് ചെയ്യാൻ 24,400 കാള് ബൈ ചെയ്തായിരിക്കും ഈ പൊസിഷൻ നിങ്ങൾ ഈ 90 രൂപയ്ക്ക് നിങ്ങൾ ഇവിടെ കറക്റ്റ് ചെയ്തിട്ടേക്കുന്നത്. ഓക്കെ, ശരി. തീർച്ചയായിട്ടും ബൈ പൊസിഷനിൽ നിങ്ങളുടെ പ്രീമിയം ഉണ്ട്, അത് ഞാൻ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഗ്യാപ്പ് അപ്പ് സംഭവിച്ചപ്പോൾ പെട്ടെന്ന് 360 നിങ്ങളുടെ ഈ ഒരു സെല്ലിംഗ് പൊസിഷന്റെ പ്രീമിയം ഉയർന്നു. ഈ സമയത്ത് നിങ്ങൾക്ക് വലിയൊരു നഷ്ടത്തിലേക്ക് പോകുന്നു. ഈ സമയം നമുക്ക് എങ്ങനെ ഇതിനെ അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യാം? നമുക്ക് തീർച്ചയായിട്ടും നോക്കാം. നിങ്ങൾ കോൾ സെല്ല് ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫാർ ഔട്ട് ഓഫ് ദ മണി പോയി നിങ്ങളൊരു പുട്ട് സെല്ല് ചെയ്ത ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുട്ട് സൈഡിൽ ലാഭം ഉണ്ടാവും. പക്ഷേ കോൾ സൈഡ് നിങ്ങൾക്ക് ഇത്രയും വലിയൊരു ഗ്യാപ്പ് അപ്പ് വന്നത് കാരണം നിങ്ങൾക്ക് വലിയൊരു ലോസിലേക്ക് നിങ്ങൾ നീങ്ങുന്നതാണ് ഇവിടെ കാണുവാൻ സാധിച്ചത്. 90 രൂപ 360 നീങ്ങുന്നതായിട്ട് കാണുവാൻ സാധിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം? നമുക്കൊന്ന് നോക്കാം എങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്ന്. ഞാനിപ്പോൾ ഇവിടെ സ്ട്രാറ്റജി ബിൽഡറിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടേക്ക് വരുമ്പോൾ ഇപ്പോൾ നിലവിൽ ഇതിൻ്റെ പ്രീമിയം എല്ലാം ചേഞ്ച് ആയി കിടക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഉണ്ടായിരുന്ന ദിവസത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഓക്കെ, അതായത് മാർക്കറ്റ് ഞാൻ പറഞ്ഞു പെട്ടെന്നുള്ള മൂവ്മെന്റ് നടത്തി 23,300 കിടന്ന മാർക്കറ്റ് 23,900 വന്ന സമയം നല്ലൊരു ഗ്യാപ്പ് അപ്പ് വരുന്നു. അതിനുശേഷം നിങ്ങൾ വീണ്ടും ഒരു 400 പോയിന്റ് ഗ്യാപ്പ് അപ്പ് വരുന്നു. അത് ഇൻ ദ മണിയിലേക്ക് പോവുകയും ചെയ്യുന്നു. ഈ സമയത്ത് നമുക്ക് എങ്ങനെയാണ് ഇതിനെ രക്ഷപ്പെടുത്താൻ സാധിക്കുക എന്ന് നമുക്ക് നോക്കാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ പൊസിഷൻ 24,100 ആയിരുന്നു അല്ലേ. 24,100 എത്ര ലോട്ടാണ്? ഒരു എക്സാമ്പിൾ നമുക്കൊരു 140 ലോട്ട് ഇടാം. ഓക്കെ, 140 ലോട്ട് ഇട്ട്, അതായത് 24,100 കോള് സെല്ല് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്തിരിക്കുന്ന എന്തായിരുന്നു? 24,300 ഹെഡ്ജ് ചെയ്യാൻ വേണ്ടി 24,300 എന്ത് ചെയ്തിരുന്നു? 24,300 കോൾ ബൈ ചെയ്യുകയും ചെയ്തിരുന്നു അല്ലേ. ബൈ ചെയ്തപ്പോൾ എത്ര ലോട്ടാണ്? അതേ ലോട്ട് തന്നെ, 140 ലോട്ട് അല്ലേ. 140 ലോട്ടാണ്. അപ്പൊ ഈ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ കിടക്കുന്നത് അല്ലേ. തീർച്ചയായിട്ടും നിങ്ങൾ പുട്ട് സൈഡും എടുത്തവരായിരിക്കാം, പുട്ട് സൈഡിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടായിരിക്കാം. നമ്മൾ നഷ്ടം സംഭവിച്ച ആ ഒരു പൊസിഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു അവസ്ഥയെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇവിടേക്ക് നമ്മൾ എത്ര രൂപയ്ക്കാണ് ഇത് എടുത്തിരുന്നത്? നമ്മൾ എടുത്തിരുന്നത് 90 രൂപ പ്രീമിയത്തിലായിരിക്കാം എടുത്തിരുന്നത്. ഓക്കെ, ആ സമയത്ത് തീർച്ചയായിട്ടും ഈ ഒരു ബൈ പൊസിഷന്റെ പ്രീമിയം എന്നത് തീർച്ചയായിട്ടും നമുക്കൊരു 40 രൂപ എന്ന് കൂട്ടാം. ഈ ഒരു കണ്ടീഷനിൽ കിടക്കുന്ന അവസ്ഥയിൽ നമ്മൾ ട്രേഡ് എടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, ഈ ട്രേഡ് എടുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് മാർക്കറ്റ് നല്ലൊരു ഗ്യാപ്പ് അപ്പിലേക്ക് വരുന്നു. ഗ്യാപ്പ് അപ്പിലേക്ക് വന്ന് 24,300 വന്ന് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ ഈ 90 രൂപ എന്നത് 360 രൂപയിലേക്ക് നീങ്ങുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിച്ചു. അതുപോലെ തന്നെ നമ്മൾ ഹെഡ്ജ് ചെയ്തത് കാരണം നമ്മളുടെ 40 രൂപ എന്നത് ഒരു 160 രൂപ കൂട്ടാം അല്ലേ, ഒരു 160 രൂപയിലേക്ക് പോകുന്നത് നമുക്ക് കാണുവാൻ സാധിച്ചു എന്ന് കരുതുക. ഈ ഒരു കണ്ടീഷനിലാണ് മാർക്കറ്റ് വന്ന് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ നല്ലൊരു ലോസിലേക്ക് പോകും. അതായത് നിങ്ങളുടെ കോൾ സൈഡ് 90 രൂപയ്ക്ക് എടുത്തത് നിങ്ങൾ 360 രൂപയ്ക്കും. ഇവിടെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആണ്. എവിടെ? നിങ്ങളുടെ ബൈ സൈഡ് നിങ്ങൾക്ക് പ്രോഫിറ്റ് ആണ്. പക്ഷെ നിങ്ങളുടെ സെൽ സൈഡ് നിങ്ങൾ 90 രൂപയിൽ എടുത്തത് 360 നീങ്ങി എന്നതാണ് ഇവിടെ ഒരു വിഷയം. അങ്ങനെ കിടക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? നിങ്ങൾ ഓൾറെഡി ഇൻ ദ മണിയിലാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് ഇനി മാർക്കറ്റ് ഇടിഞ്ഞ് താഴേക്ക്, അതായത് 300 നിൽക്കുന്ന മാർക്കറ്റ് ഇടിഞ്ഞ് 100 താഴേക്ക് വന്നാലേ ഉള്ളൂ നിങ്ങൾക്ക് ലാഭം. മനസ്സിലായില്ലേ? ആ ഒരു കണ്ടീഷനിൽ നിങ്ങൾ എന്താണ് ചെയ്യുക? തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല നഷ്ടത്തിലേക്ക് നിങ്ങൾ പോകും. ഈ നഷ്ടത്തിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയും അത് എക്സിറ്റ് ചെയ്ത് ഒഴിവാകുക, അല്ലെങ്കിൽ ആ ഒരു നഷ്ടം അക്സെപ്റ്റ് ചെയ്ത് ഇറങ്ങാനുള്ള ഒരു ശ്രമമായിരിക്കും നടത്തുക അല്ലേ.
നമുക്ക് നോക്കാം ഇങ്ങനത്തെ ഒരു കണ്ടീഷനിൽ നമുക്ക് എങ്ങനെ രക്ഷപ്പെടാമെന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾ ഇവിടെ കിടക്കുന്ന ഡേറ്റയൊന്നും നോക്കണ്ട ഈ കിടക്കുന്നത്, കാരണം മാർക്കറ്റ് ഇപ്പോൾ അടുത്ത ദിവസം ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഡേറ്റകളെല്ലാം മാറിക്കിടക്കുന്ന കാരണമാണ്. ഞാൻ ഈ പറയുന്ന കാര്യം മാത്രം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഈ പ്രീമിയം ചേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതായത് 24,100 കോൾ സെല് ചെയ്തേക്കുന്നത് നിങ്ങൾ 24,300 അതിനെ ഹെഡ്ജ് ചെയ്തും വെച്ചിട്ടുണ്ട് അല്ലേ. പക്ഷെ നിങ്ങൾ ഓൾറെഡി ലോസ് ആയി, നിങ്ങൾ ഇൻ ദ മണിയിലേക്ക് പോവുകയും ചെയ്തു. ഈ ഒരു കണ്ടീഷനിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്നത് തീർച്ചയായിട്ടും നോക്കൂ, നേരെ നിങ്ങൾ എത്ര ലോട്ടാണ് നിങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. 140 ലോട്ടാണ് എടുത്തിരിക്കുന്നത് അല്ലേ. ഈ 140 ലോട്ട് എടുത്ത് നിങ്ങൾക്ക് നേരെ 24,100 കോൾ സെയിൽ ചെയ്തുവെങ്കിൽ നിങ്ങൾ നേരെ അതിനേക്കാൾ ഒരു 300 പോയിന്റ് അല്ലെങ്കിൽ ആ റേഞ്ചിൻ്റെ അടുത്തേക്ക് വന്നിരുന്നുവെങ്കിൽ നോക്കൂ, 24 നമുക്കൊരു 23,800 കൊടുക്കാം. 800ന്റെ നമുക്ക് ബൈ ചെയ്യുകയാണ്, എന്ത് കോൾ ബൈ ചെയ്യുകയാണ്. അതിൻ്റെ നേരെ പകുതി എത്ര, 150ന്റെ പകുതി 70 വരെ അല്ലേ. 70 ക്വാണ്ടിറ്റി എടുത്ത് നിങ്ങൾ കോൾ ബൈ ചെയ്തിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. എന്നിട്ട് നിലവിലുള്ള നിങ്ങളുടെ ഈ നിലവിലുള്ള കോൾ ഉണ്ടല്ലോ, ഏത് നിങ്ങൾ ആദ്യം ഹെഡ്ജ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഈ ഒരു കോൾ നമുക്ക് വേണ്ട, അത് കട്ട് ചെയ്തേക്കുക. ആ കോൾ നമുക്ക് വേണ്ട, അത് കട്ട് ചെയ്തേക്കുക. അത് ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇവിടുത്തെ അവസ്ഥയും നോക്കൂ, പെട്ടെന്നുള്ള ആ ഒരു മാറ്റമാണ് ഞാൻ പറയുന്നത്. ഇവിടേക്ക് 360, ഒരു സെക്കൻഡ്, ഞാനിവിടെ 23,800 എന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച്. ഓക്കെ, കറക്റ്റ് ആയിരിക്കും, ഏറെക്കുറെ കറക്റ്റ് ആണ്. ഞാനിവിടെ 492, 360, ഓക്കെ, ഏറെക്കുറെ കറക്റ്റ് തന്നെയാണ്. ഇത് ഇന്ത മണിയല്ലേ. അപ്പോൾ ആ ഒരു റേഞ്ചിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ ആ ഒരു ബ്രേക്ക് ചെയ്യാൻ പോയി നോക്കിയേ, ഇന്നലെ മാർക്കറ്റ് 24,300 മാർക്കറ്റ് വന്ന് ക്ലോസ് ചെയ്യുന്നു അല്ലേ. 24,300 മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ വരുന്നു, ക്ലോസ് ചെയ്യല്ല ഗ്യാപ്പ് അപ്പിലേക്ക് വരുന്നു. ഈ സമയത്ത് 24,627 എന്ന റേഞ്ചിലേക്ക് നിങ്ങളുടെ ബ്രേക്ക് ഈവൻ വരുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രോഫിറ്റ് ഇവിടെ കൂടുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രേക്ക് ഈവൻ നോക്കൂ, നിങ്ങളുടെ ബ്രേക്ക് ഈവൻ കുറച്ചുകൂടി കൂടുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ബ്രേക്ക് ഈവൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ കൂടിയിരിക്കുന്നു. മാർക്കറ്റ് മുകളിലേക്ക് പോയി ഒരു 24,627 കടന്ന് പോയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് സംഭവിക്കത്തുള്ളൂ, ലോസ് സംഭവിക്കുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ ഒരു സ്ട്രാറ്റജി പെട്ടെന്ന് നിങ്ങളിത് പാനിക്കായിട്ട് നിങ്ങൾക്ക് അവിടെ ലോസ് ബുക്ക് ചെയ്യുകയല്ല, അവിടെ അഡ്ജസ്റ്റ്മെന്റ് നടത്തുകയായിരുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ലോസ് അവിടെ സംഭവിക്കുന്നില്ല, നിങ്ങളവിടെ വിജയിക്കുക തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പിന്നീട് മാർക്കറ്റ് ഈ റേഞ്ച് കടന്നു പോയാൽ മാത്രം ചിന്തിച്ചാൽ മതി. അത് കഴിഞ്ഞാൽ നിങ്ങൾ വളരെ സേഫ് ആണ് എന്നതാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി ഇതല്ല, വേറൊരു രീതി കൂടി നിങ്ങൾക്ക് അവിടെ ഒന്ന് നോക്കാം. എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം. നേരെ നിങ്ങൾക്ക് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന അതേ ഹെഡ്ജിങ് പൊസിഷൻ തന്നെ ഞാൻ തിരിച്ചു കൊണ്ടുവരികയാണ്. 24,100 കോൾ സെല് ചെയ്തു, 24,300 കോള് ഞാൻ ബൈ ചെയ്ത് അതിനെ ഹെഡ്ജ് ചെയ്തിട്ടേക്ക് വേണം അല്ലേ. 140 ക്വാണ്ടിറ്റി, ഓക്കെ, 140 ക്വാണ്ടിറ്റി. അതിനുശേഷം നമ്മൾ 23,900 പുട്ട് സെല് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഏതാണ് 29,000 പുട്ട് നമ്മൾ എത്ര ക്വാണ്ടിറ്റി, അതേ ലോട്ട് തന്നെ 140 ക്വാണ്ടിറ്റി നമ്മൾ സെല് ചെയ്യാൻ ശ്രമിക്കുന്നു. അതിനേക്കാൾ 300 പോയിന്റ് താഴേക്ക് വന്ന ശേഷം എത്രയാണ്, 800, 600 അല്ലേ. അതും ഒരു 140 ക്വാണ്ടിറ്റി നമുക്ക് ബൈ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ബ്രേക്ക് ഈവൻ നമുക്ക് നോക്കൂ, 23,635 നമുക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നമുക്ക് പിന്നെ താഴേക്ക് മാർക്കറ്റ് വന്നാൽ 23,600 എന്ന റേഞ്ചിലേക്കേ വരികയുള്ളൂ എന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് കരുതുന്നു. അതായത് 23,600 എന്ന റേഞ്ചിലേക്ക് മാത്രമേ താഴേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോസ് ഉള്ളൂ. അതിനുശേഷം മുകളിലേക്ക് നിങ്ങൾക്ക് 23,635 എന്ന റേഞ്ച് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ഇവിടെ തീർച്ചയായിട്ടും പ്രീമിയം ഒക്കെ വ്യത്യസ്തമായിട്ട് വന്ന് കിടപ്പുണ്ട്, തീർച്ചയായിട്ടും നമുക്ക് അറിയാൻ സാധിക്കും. എങ്കിലും ഇവിടുത്തെ പ്രീമിയം ഒക്കെ ഒരു ചെറിയ ചേഞ്ചസ് വന്നാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ബ്രേക്ക് ഈവനെ കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നതും അത് പ്രോഫിറ്റ് കൂട്ടുവാൻ സാധിക്കുന്നു എന്നതും ഈ ഒരു സ്ട്രാറ്റജിയുടെ പ്രത്യേകത എന്ന് ഓർക്കുക. പലപ്പോഴും നമ്മൾ ആ ഒരു പാനിക്കായിട്ട് നമ്മൾ എക്സിറ്റ് ചെയ്ത് കളയുന്നതിനേക്കാൾ നല്ല ഇതുപോലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും മാർക്കറ്റിൽ നിന്ന് നിങ്ങൾക്ക് വലിയ വലിയ നഷ്ടങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കും. പലപ്പോഴും നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക, ഇവിടെ ഫണ്ടുകൾ ഞാനിവിടെ ഈ ഫണ്ടൊക്കെ 53-60 ലക്ഷം ഒക്കെ കാണിച്ചിരുന്നു. അപ്പോൾ ഞാനിവിടെ ലോട്ട് സൈസ് കൂട്ടിയിട്ടിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ലോട്ട് സൈസ് കൂട്ടിയിട്ടിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ലോട്ട് സൈസ് കുറച്ചുകൊണ്ട് ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് എപ്പോഴും വേണ്ടത് നമ്മുടെ എക്സ്പയറി ഡേറ്റ് വരെ നമ്മുടെ ബ്രേക്ക് ഈവൻ കുറച്ച് കുറച്ച് മികച്ചതാക്കുക. നമുക്ക് പ്രോബബിലിറ്റി ഒക്കെ 94% ആണിത്. കാരണം അത്രയും ബ്രേക്ക് ഈവൻ ഉണ്ട്, അത്രയും ഏരിയ നമുക്ക് കവർ ചെയ്യാനുണ്ട്. മാർക്കറ്റ് ഇനി ഒരു നല്ല 1000 പോയിന്റ് മുകളിൽ യാത്ര ചെയ്ത മാർക്കറ്റ് ഇനി അധികം 3 ദിവസം ഇനി അങ്ങനെ ഒരു യാത്രയിലേക്ക് പോകില്ല എന്ന പ്രതീക്ഷയിൽ നമ്മൾ അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്തിരിക്കുന്ന രീതിയാണ് ഇവിടെ കാണുന്നത്.
തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ മാർക്കറ്റിനെ അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യുക. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ക്യാപിറ്റൽ എത്രയുണ്ടോ നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യാൻ ഈസി ആയിരിക്കും. ക്യാപിറ്റൽ കുറവുള്ളവർക്ക് ആ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങളുടെ ക്യാപിറ്റൽ കുറവാണെങ്കിൽ നിങ്ങൾ ലോട്ട് സൈസ് കുറച്ചെടുക്കുക. പലരും ഇവിടെ ചെയ്യുന്ന ഒരു കാര്യം എന്നാൽ ഒരാൾക്ക് ഒരു 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അയാൾ അത് 9 ലക്ഷത്തിന് ട്രേഡുകൾ എടുക്കും. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് 10 ലക്ഷം രൂപയുണ്ടെങ്കിൽ നിങ്ങളൊരു 5 ലക്ഷത്തിന് കഷ്ടിച്ചെടുക്കുക എന്നേ ഞാൻ പറയത്തുള്ളൂ. 5 ലക്ഷത്തിന് മാത്രം ട്രേഡ് എടുക്കുക, ബാക്കി 5 ലക്ഷം അവിടെ ഇടുക, നിങ്ങളുടെ അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ആഴ്ചയും നിങ്ങൾക്ക് പ്രോഫിറ്റ് വരാൻ സാധിക്കും. നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് കാര്യങ്ങൾ ആദ്യം ഇതുപോലെ മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഓപ്ഷനെ കുറിച്ച് അറിയാത്ത ആളുകളാണ്, തീർച്ചയായിട്ടും ഞങ്ങളുടെ കോഴ്സിലേക്ക് വരിക. കോഴ്സിൽ വളരെ കേരളത്തിലെ ഏറ്റവും തുച്ഛമായ ഫീസ് ഈടാക്കിക്കൊണ്ടുള്ള ക്ലാസ് ആണ് നൽകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഒരു കൊച്ചുകുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതി വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു ക്ലാസ് ആണ്. പല ആളുകളും പറഞ്ഞ ഒരു കാരണം ഒരുപാട് നഷ്ടങ്ങളുണ്ടായി, പെട്ടെന്നൊരു ഗ്യാപ്പ് വന്നപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയുന്ന വ്യക്തികളോട് പെട്ടെന്ന് നമുക്ക് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കത്തില്ല. അത് നമ്മൾ പഠിച്ചാൽ മാത്രം, ആ വ്യക്തി പഠിച്ചാൽ മാത്രമേ അവിടെ ആ അഡ്ജസ്റ്റ്മെന്റ് നടത്താൻ സാധിക്കൂ എന്നത് പ്രത്യേകം ഓർക്കുക. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഈ ഒരു ക്ലാസ് ചെയ്യാമെന്ന് വെച്ചത്. അത് മാത്രമല്ല, ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ന്യൂസുകളും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിലേക്ക് വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ടെലഗ്രാം ചാനലിന്റെ ലിങ്കുമുണ്ട്, ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആകട്ടെ വരുന്നതെന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.